ചേട്ടാ അങ്ങനെ മുന്നോട്ട് സന്തോഷമായിട്ട് വരുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിച്ചോ? 2005 ഡിസംബർ 28 കലാഭവൻ മണിയുടെ വീടിൻ്റെ അടുത്ത് മണിച്ചേട്ടൻ പഠിച്ചൊരു പരിപാടി. ഞങ്ങളൊരു UK ട്രിപ്പ് കഴിഞ്ഞ് വന്നോളൂ. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞ ആ പരിപാടി ഇവിടെ കളിക്കാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോൾ മണിയുടെ പാടിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി പോകുന്ന സമയത്താണ് ഒരു ലോറിയായിട്ട് വണ്ടി ഇടിച്ചിട്ട് കാലൊടിഞ്ഞു പോയി. പിന്നെ കാലൊടിഞ്ഞു. 15 ദിവസം ICUവിനുള്ളിൽ കിടന്നു. നാട്ടിലെ ആൾക്കാർ പന്തലൊക്കെ ഇടാൻ പോയതാ. ആ ഒരു സ്റ്റേജിലെത്തി. പിന്നെ ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്നു. കാരണം ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് ആരും പറയില്ലായിരുന്നു. ഓക്കെ, വണ്ടി ഇടിച്ച് പപ്പടായി പോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രേക്ഷകരുടെ കഷ്ടകാലം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ വീണ്ടും രക്ഷപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ജീവിതത്തിലൊരു വലിയ പാഠം. കാരണം നമ്മൾ ആക്സിഡൻ്റായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ICUന്ന് വന്ന് വീട്ടിൽ കിടക്കുകയാണ്. വീട്ടിൽ കിടക്കുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഭയങ്കര തിരക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു, MLA വരുന്നു, MP വരുന്നു, DC പ്രസിഡന്റ് വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു, അങ്ങനെ എല്ലാവരും വരുന്നു. അപ്പോൾ അവർക്ക് ചായ തിളപ്പിക്കുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ കൂട്ടുകാർ വരുന്നു, നാട്ടുകാർ വരുന്നു. മൂന്നാമത്തെ ആഴ്ച കഴിയുമ്പോൾ വരവ് നിന്നു. നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ മാത്രമായി. കൂട്ടുകാരൊക്കെ എടാ എങ്ങനെയുണ്ട് കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ ഷൂട്ടിലാണ്, അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല, തിരക്കാണ്. നാലാമത്തെ ആഴ്ച കഴിയുമ്പോഴാണ് ആരുമില്ല, ഫോണും റിങ് അടിക്കുന്നില്ല, ഫോണുമില്ല, ആരുമില്ല. അപ്പോഴാണ് നമ്മൾക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഭാര്യയും കുട്ടികളും മാത്രമേ ഉള്ളൂ. അമ്മയും ഭാര്യയും അപ്പനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ലൈഫ് എന്നുള്ളത് നമ്മളപ്പോൾ മനസ്സിലാക്കി. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലുത്. ഈ ചേട്ടാ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും വീട്ടുകാർ ഇഷ്ടമാണില്ലെന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് കൂട്ടുകാരാണ് ഭയങ്കര ജീവൻ. അപ്പം എനിക്കൊരു ചേട്ടനുണ്ട്, ഞങ്ങൾ 2 മക്കളാണ്. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയടാ, നീ ഒരു ദിവസം മനസ്സിലാക്കും, ഞങ്ങളെ കാണത്തുള്ളൂ. ഇത് യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. അത് നമ്മുടെ കുട്ടികളും നമ്മുടെ ഫാമിലി മാത്രമേ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ എന്തെങ്കിലും ലാഭം കണ്ടോ എന്തെങ്കിലും ഇത് കണ്ടോ കൂടുന്നവരായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്, നമ്മുടെ കുടുംബക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ഹൃദയം കൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ഉപയോഗം ഉണ്ടാകും, നമ്മളെ കൊണ്ട് എന്ത് അവന് നേട്ടം ഉണ്ടാകും, എന്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ബുദ്ധി കൊണ്ടുള്ള പ്രേമം. അതേസമയം ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ അങ്ങനെയല്ല. നമുക്ക് എന്ത് സഹിക്കാൻ പറ്റും, സ്നേഹിക്കുമ്പോഴും സഹിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഒരുപാട് സൗഹൃദങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു ചേട്ടൻ. ഇപ്പോഴും സൗഹൃദങ്ങളുണ്ട്, ആ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും തന്നെയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡിസിപ്ലിൻ, ഒരകലം, ഒരു കയ്യകലം. ഇതുവരെ ചേട്ടനെ ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയുള്ളത്? നിങ്ങൾ ഈ തന്ന വിമർശനങ്ങളും സ്നേഹങ്ങളും എല്ലാം ഇനിയും തുടരുക. നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റുകളും ഞാനും വായിക്കാറുണ്ട്, ഞാൻ ലൈക്കും ചെയ്യും. എനിക്ക് തിരിച്ച് കമൻ്റ് ഇടണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ കമൻ്റ് ഇടാത്തതാണ്. ആ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എല്ലാം ഞാൻ സ്നേഹിക്കുന്നു. അത് എല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും നാൾ നമുക്ക് ഇല്ലാതിരുന്ന ഒരു സൗഭാഗ്യമാണത്. നിങ്ങളുടെ കുടുംബത്തിലൊരു അതിഥിയായിട്ട് എന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഞാനൊരു അംഗമാണെന്ന് കരുതുക. താങ്ക് യു. ചേട്ടാ, ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഇപ്പോൾ മഴതൂര് മുംബൈയിലെ മാമച്ചൻ എന്ന കഥാപാത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. നന്ദി, നമസ്കാരം.